ഗുഡ് മോർണിംഗ്, സുപ്രഭാതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് ഏപ്രിൽ മാസം 19-ാം തീയതി മേടത്തിലെ പൂരമാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാം കളിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടുകൂടി 36 മണിക്കൂർ ദൈർഘ്യമുള്ള തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. എനിക്കപ്പുറത്തും മറ്റൊരു പൂരമുണ്ട്. ഇരട്ടപ്പൂരത്തിന്റെ ദിനത്തിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തത്. എനിക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്, ദീപക് മലയമ്മയ്ക്കൊപ്പം ജെയ്സൺ ഉണ്ട്, ഒപ്പം നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട്, റിപ്പോർട്ടർ വാർത്താ സംഘമുണ്ട്. സമഗ്രമായ കവറേജുമായി റിപ്പോർട്ടർ തയ്യാറെടുത്തിരിക്കുന്നു. ഇരട്ടപ്പൂരത്തിന്റെ വാർത്താ ലഹരിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ കൊട്ടിക്കേറി തുടങ്ങിയിരിക്കുന്നു. കളിമംഗലം ശാസ്താവ് എഴുന്നള്ളിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഘടകപൂരങ്ങളുടെ വരവാണ്. അതിനുശേഷം തിരുവമ്പാടിയിലെ ഈ ബാലഭദ്രകാളി രൂപത്തിലുള്ള ഭഗവതിയുടെ പൂരപ്പുറപ്പാടാണ്. മഠത്തിൽ വരവാണ്, ഇറക്കി പൂജയാണ്. അത് കഴിഞ്ഞാൽ മാറ്റമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങോട്ട് ആഘോഷങ്ങളിലേക്ക്, പൂരത്തിന്റെ ആവേശത്തിലേക്ക് നമ്മൾ അമർന്നിരിക്കുന്നു. തൊട്ടു പിന്നിലുണ്ട് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ്. അതിനു മുമ്പ് നമുക്കൊപ്പം ഇതിന്റെയൊക്കെ നടത്തിപ്പുകാരനായി ഒരാൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. മുഖ്യ കാർമ്മികൻ എന്ന് വിളിക്കാം. താങ്ക് യു. റിപ്പോർട്ടറിനെ തൃശ്ശൂരിലെ പൂര മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നല്ലോ. ഇരട്ടപ്പൂരം പൂരങ്ങളുടെ പൂരം. തമിഴ്നാട്ടിലോ ലോക്സഭാ പൂരം. അതെ, തീർച്ചയായിട്ടും ഇവിടെയും ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ കൃത്യം കണിമംഗലം ശാസ്താവ് ആദ്യം ഘടകപൂരങ്ങളിൽ ഇങ്ങോട്ട് എത്തിച്ചേരേണ്ട കണിമംഗലം ശാസ്താവ് അരുൺ അറിയുന്ന ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മണ്ഡലത്തിലാണ്. രാവിലെ 5 മണിക്ക് കണിമംഗലം ശാസ്താവിനോടൊപ്പം അവിടെ നിന്ന് നടന്നാണ് ഞങ്ങൾ ഈ പൂരത്തിലേക്ക്. തീർച്ചയായിട്ടും ഞാനും കൂടി ഉണ്ടായിരുന്നു. ഞാൻ റിപ്പോർട്ടറും ഉണ്ടായിരുന്നു, ദീപക്കും ഉണ്ടായിരുന്നു. നല്ല കിലോമീറ്റർ ഉണ്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് വരിക. ഇത്തവണയും അതിശക്തമായി നല്ല ചൂടുണ്ടായിട്ടും അന്തരീക്ഷത്തിൽ ആളുകൾ ഒരു കുറവുമില്ലാത്ത വിധത്തിൽ വന്നു. ശാസ്താവാണ് ഗുരുസ്ഥാനീയനായി എന്നുള്ളത് കൊണ്ട് നേരെ മുന്നിലൂടെ പ്രവേശിക്കില്ല. തെക്കേ ഗോപുര നടയിലൂടെ ചെന്ന് വടക്കുന്നാഥനെ വണങ്ങി മുമ്പോട്ടിറങ്ങി ശ്രീമൂലസ്ഥാനത്തേക്ക് ഇറങ്ങി 7:30 മണിക്ക് അവിടെ മേളം ആരംഭിക്കും. 8:30 മണിക്ക് ശാസ്താവ് തിരിച്ചു പോകണം. വെയിൽ വരുന്നതിന് മുമ്പ് തിരിച്ചു പോകണം എന്നാണ് കണക്ക്. വെയിൽ കൊണ്ട് ശാസ്താവ് ഇതിൽ പങ്കെടുക്കില്ല. വെയിലാകുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരുകയും വെയിലാകുന്നതോടെ തിരിച്ചു പോവുകയും ചെയ്യും. ഇതിൽ ഏറ്റവും രസകരമായ കഥയുള്ളത് ഈ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നത് ഈ ദേവഗുരുവായ ബൃഹസ്പതി കൂടിയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വടക്കുന്നാഥനെ വണങ്ങുകയോ ഒന്നും ചെയ്യില്ല. നേരെ തെക്കേ ഗോപുര നടയിലൂടെ കയറി ശ്രീമൂല സ്ഥാനത്തെത്തി തിരിഞ്ഞു നിന്ന് പൂരം നടത്തുകയുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പൂരം ഐതിഹ്യങ്ങളുടെ കൂടി പൂരമാണ്. വളരെ വലിയ ഡിസൈനുള്ള പൂരമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. മേളമാണ്. അതെ, ഒരു വലിയ ജനക്കൂട്ടം അങ്ങോട്ട് ഒഴുകി തുടങ്ങി കഴിഞ്ഞു. പിന്നെ വലിയ ഒഴുക്കായിരിക്കും. അടുത്തതായി പ്രധാനമായിട്ട് സംഭവിക്കാൻ തിരുവമ്പാടിയുടെ പുറപ്പാടാണ് വരവുണ്ട്. പക്ഷെ ഇതിനൊരു കൃത്യ നമ്പർ ഉണ്ട്. നമ്മളിപ്പോ ഇത് കഴിയുന്നതോടുകൂടി ഇനി പനമുക്കമ്പിള്ളി 2 ശാസ്താക്കളാണ് ഈ പൂരത്തിൽ. 10 ഘടകപൂരങ്ങളിൽ 2 പേരാണ് ശാസ്താക്കൾ. ഒന്ന് പനമുക്കപ്പള്ളിയും മറ്റൊന്ന് കണിമംഗലവും. ഇത് രണ്ടും ആദ്യം കയറും. അത് കഴിഞ്ഞിട്ടാണ് ദേവികളുടെ വരവ്. മഠത്തിൽ വരവ് ഏതാനും സമയങ്ങൾക്കകം ആരംഭിക്കും. അത് തിരുവമ്പാടിയിൽ നിന്ന് നേരെ തെക്കേ മഠത്തിലേക്ക് പോകും. ഇതെല്ലാം ഒരു കൃത്യം കണക്കാണ്. തെക്കേ മഠത്തിലെ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പഞ്ചവാദ്യത്തിന് 12:15 നമ്മുടെ പാറമേക്കാവ് രംഗത്തിറങ്ങും. അത് വലിയ മേളമാണ്. 12:15 പാറമേക്കാവിന്റെ മുമ്പിൽ ആരംഭിക്കും. ആ മേളം ഇങ്ങോട്ട് കയറിയാൽ ഒരു പക്ഷേ മതിൽക്കകത്ത് ഏക പാണ്ടി കൊട്ടുന്ന സ്ഥലം ഇവിടെയാണ്. അതാണ് ഇലഞ്ഞിത്തറ മേളം. ചെമ്പട പിന്നീട് പാണ്ടിമേളം പിന്നീട് ഇലഞ്ഞിത്തറ മേളം. അതെ. ചെമ്പട കൊട്ടി വന്ന് നേരെ പാണ്ടിമേളത്തിലേക്ക് തിരിഞ്ഞ് പാണ്ടിമേളം എല്ലാ തലങ്ങളിലൂടെ കടക്കുമ്പോ ഇലഞ്ഞിത്തറ അങ്ങ് പൂത്തൊലഞ്ഞു നിൽക്കും. നേരെ കോട്ടിറക്കം. പിന്നെ കൊടമാറ്റത്തിന്റെ വർണ്ണവിസ്മയം. പിന്നെ മണിക്കൂറുകൾ, ഓരോ മിനിറ്റിലും അത്ഭുതങ്ങളുടെ പൂരമാണ്. ഇനി തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു പൂരം ഉണ്ടല്ലോ, ആ പൂരത്തിന്റെ കുടമാറ്റത്തിന് സാധ്യതയുണ്ടോ? ഇന്നലെ രാത്രി 12 മണി വരെ ആ പൂരായിരുന്നു മനസ്സിൽ. ഈ പൂരത്തിലേക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ.